ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ സുക്കുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. എന്നാലും ഇന്ന് ഇച്ചി ഗമയിലും ഇച്ചി അഹങ്കാരത്തിലും ഒക്കെ സുക്കു ഒന്നും ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. എന്താണോ പിന്നെ പൊതിച്ചാറൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ അഹങ്കാരം, കുഞ്ഞൊരു അഹങ്കാരം കേട്ടോ. പിന്നെ പെട്ടെന്നുണ്ടാക്കിയ ഒരു പൊതിച്ചോറാണ് കേട്ടോ. നിങ്ങൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണോ? എനിക്ക് എപ്പോഴിത് സംഭവം ഉണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കും. ഇത് കിട്ടിയാലും ഞാൻ എപ്പോഴാണെങ്കിലും ഇത് കഴിക്കും കേട്ടോ. അത്രയ്ക്ക് എനിക്കിഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ പൊതിച്ചോറ്. ഇന്ന് സുപ്പ് പൊതിച്ചോറ് ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുകയാണ്. എന്തൊക്കെ കറികളിൽ നിന്ന് കണ്ടിട്ടൊക്കെ വരാം നമുക്ക് കേട്ടോ. പൊതിയൊക്കെ ഒന്ന് കെട്ടുന്നതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണ്ടേ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഇവളെങ്ങാണ്ട് ഹോട്ടലിൽ നിന്ന് വരുത്തിയതാണെന്ന് അല്ലേ. ഒന്നാമതെ ഞാൻ മടിച്ചിയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയും അവൾ എവിടെ നിന്നോ വരുത്തിയിട്ട് പറയുക ഉണ്ടാക്കിയതാണെന്ന്. ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഇത് കറികളൊക്കെ എന്താണെന്നും ഒക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ ഓടി വായോ. സുപ്പ് ഇവിടെ തന്നെ ഇരിക്കാം. നമുക്ക് പൊതിയൊക്കെ ഒന്ന് അഴിക്കണം കേട്ടോ. ഓടി വായോ കണ്ടിട്ട്. സുപ്പൂന് ഇന്ന് കുഞ്ഞൊരു അഹങ്കാരമൊക്കെ ഉണ്ട്. എന്താന്നല്ലേ, ഇത് ഇന്ന് നമ്മൾ പൊതിച്ചോറ് കഴിക്കാൻ പോകും. അതിൻ്റെ ഒരു കുഞ്ഞ് അഹങ്കാരം ഈ പാവ സുപ്പൂനുണ്ട് കേട്ടോ. അഹങ്കാരമാണോ എന്ന് ചോദിച്ചാൽ ഒന്നും അല്ല കേട്ടോ. എനിക്ക് കൊതി വരുമ്പം ഇന്ന് നിൽക്കാൻ വയ്യാത്ത ഒരു കൊതി വന്നേ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് 1 മണിയൊക്കെ ആകുമ്പം കഴിക്കണം കേട്ടോ. രാവിലെ നമുക്ക് പൊതിഞ്ഞ് വയ്ക്കാം. എന്നാലല്ലേ നമ്മുടെ ആ പൊതിച്ചോറിനൊരു മണമൊക്കെ വരത്തുള്ളൂ, ഇലയുടെയൊക്കെ ഒരു മണമൊക്കെ വരത്തുള്ളൂ. എല്ലാവരും വായോ നമുക്ക് പൊതി കെട്ടാം. നമുക്ക് പൊതി കെട്ടാം. പൊതിക്ക് ചോറാണല്ലോ ആദ്യം നമ്മൾ എടുക്കേണ്ടത്. കറികളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി കേട്ടോ. മക്കൾക്ക് ചോറ് കൊടുത്തു വിടണമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ രാവിലെ തന്നെ ഇന്ന് സെറ്റാക്കി അവർക്ക് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ ഇന്ന് ഈ സുപ്പിന് ഭയങ്കര ഒരു കൊതി വന്നത്. നമ്മൾ കുറച്ച് ചോറേ ഉള്ളൂ കേട്ടോ. കുറച്ച് ചോറേ ഉള്ളൂ. നമ്മൾ ചോറങ്ങോട്ടേക്ക് കുറച്ച് ചോറേ ഉള്ളൂ കേട്ടോ. സുപ്പിൻ്റെ വയർ കുഞ്ഞു വയറാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരിയും ചോറേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത്, ഇനി നമുക്ക് കറികളൊക്കെ അങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ചമ്മന്തിയൊക്കെ അരച്ച് രാവിലെ തന്നെ ഉരുളയും പിടിച്ച് വെച്ചേക്കുകയാണ്. അങ്ങോട്ട് വയ്ക്കാം. ഇനി നമുക്ക് കിളിമീനായിട്ട് ചെയ്ത് രാവിലെ കേട്ടോ. അത് ഞാൻ കറിയും വെച്ചു, വറക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് ഇന്ന് ഉള്ളിത്തണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഉള്ളിത്തണ്ട് തോരൻ. അതിച്ചിരി തോനെ ഈ സുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്നറിയത്തില്ല, സുപ്പ് ചെയ്തത് കൊണ്ടാണോ എന്നറിയത്തില്ല, തോരൻ വെച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല. നല്ല അടിപൊളിയായിരുന്നു തോരൻ കേട്ടോ. പിന്നെ മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ മക്കൾക്ക് ഉരുളക്കിഴങ്ങ് വിഴുക്കുരട്ടി വെച്ചു കേട്ടോ. അതിൻ്റെ കുറച്ചിരിപ്പുണ്ട്. ഇതിപ്പം ഞാൻ എവിടെയൊക്കെ തട്ടിമറിച്ച് ഇടുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്നു കേട്ടോ. നമ്മുടെ മെഴുക്കുരട്ടി അങ്ങോട്ട് വെച്ചു. ഇനി നമ്മൾ എന്താണ്, ഇനി നമ്മുടെ അച്ചാർ കൂട്ടാൻ കേട്ടോ. മാങ്ങ അച്ചാർ ഇട്ടെന്ന് സുപ്പ് പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് മാങ്ങ അച്ചാർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ വായി വെള്ളം വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതിച്ചോറ്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുന്നത്. ഇച്ചിരി ഏറെ മാങ്ങ അച്ചാർ ഇട്ട് കൊടുക്കുവാണ് ഈ സുപ്പു. അത്രയ്ക്ക് നല്ല അച്ചാറാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇത്രയും നമുക്ക് അങ്ങോട്ട് പൊതിച്ച് വയ്ക്കാം. ഞാൻ കാണിക്കാം നിങ്ങളെ വെച്ചത് കേട്ടോ. ഇത്രയാണ് നമ്മുടെ കറികൾ കേട്ടോ. കണ്ടോ, ഇത്രയാണ് കറികൾ. നമുക്ക് പൊതിഞ്ഞ് വയ്ക്കാം. ചിലർക്കൊന്നും പൊതിയാൻ അറിയത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം കേട്ടോ. സുപ്പൂനറിയാം സുപ്പു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കെട്ടി വയ്ക്കുന്നത് കൊണ്ട് സുപ്പൂന് നന്നായിട്ട് അറിയാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു പഠിച്ചോണം കേട്ടോ.
ദേ ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. ദേ വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. നന്നായിട്ട് പൊതിയണം കേട്ടോ. പൊതിഞ്ഞ് ഇങ്ങനെ കെട്ടി വെച്ചാലേ അതിൻ്റെ ഒരു മണമൊക്കെ വരത്തുള്ളൂ. പിന്നെ ചിലർ ഈ പേപ്പറിനകത്ത് വെച്ച് അങ്ങനെ തന്നെ വെച്ചിങ്ങനെ മടക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിങ്ങനെ കേട്ടോ, ഞാനിങ്ങനെയാണ് മടക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് മുറുക്കി അങ്ങോട്ട് വയ്ക്കണം. എന്നിട്ട് നല്ല സ്റ്റൈലൊക്കെ എടുക്കണം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. നമ്മൾ മടക്കുമ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റൈലൊക്കെ മടക്കണം കേട്ടോ. എന്നിട്ട് പണ്ടത്തെ ഇല്ലൻ്റുണ്ടല്ലോ, ലെറ്റർ ഉണ്ടല്ലോ, ലെറ്ററിനെ വെച്ച് നമ്മൾ എഴുത്തെഴുതത്തില്ലായിരുന്നു പണ്ട്. അതുപോലൊക്കെ നമുക്ക് അവസാനം ആക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ നമുക്ക് പൊതിഞ്ഞ് ഇങ്ങനെ നമ്മളാക്കിയെടുത്ത് അടിപൊളി പൊതി. ഒട്ടും ചുളിവുകളോ ഒന്നുമില്ല. ഇപ്പോഴും നമുക്കിത് 1 മണിയാകുമ്പോൾ എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും കൈയൊക്കെ കഴുകിയിരുന്നു. അപ്പോഴെല്ലാവരും കണ്ടിട്ടൊക്കെ വന്നോ? എല്ലാവരും കൈയൊക്കെ കഴുകിയിരിക്കുകയാണെന്നറിയാം. അപ്പോഴും നമുക്ക് പൊതിച്ചോറൊക്കെ എടുക്കാം. കുറച്ച് കറികളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോഴേ ഈ കുഞ്ഞു കറികളും കൂട്ടി ഇന്ന് പൊതിച്ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ഓടിയായ നമുക്ക് ഒരുമിച്ചിരുന്ന് പൊതിച്ചോറൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും എന്തോ മണമെന്നറിയോ, ആ ഇരിക്കുന്ന ഭാഗം അവിടെ എല്ലാം നല്ല മണമാണ്. അപ്പോൾ നമ്മുടെ ഈ പൊതിച്ചോറിൻ്റെ ഒരു മണം നമ്മൾ അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. സ്കൂളിലും കോളേജിലും ഒക്കെ പോയി നമ്മൾ ഇതേപോലെ ചോറൊക്കെ കഴിച്ചവർക്ക് അറിയാതില്ലേ. ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ല. നമുക്ക് അടുത്ത സ്കൂളായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ചോറുണ്ണുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും നമ്മൾ കോളേജിലൊക്കെ പോയവരായതുകൊണ്ട് നമുക്ക് അവിടെ പോയി കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മണമൊക്കെ അറിയാമല്ലോ. പിന്നെ തകർത്ത് വാരി സൂപ്പ് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഞാൻ നമ്മുടെ 2 മക്കളെയും പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്തും അല്ലാതെയാണേലും എൻ്റെ അങ്ങനത്തെ നമ്മുടെ അമ്മയോടെ എപ്പം പറഞ്ഞാലും അമ്മ എനിക്കത് ഉണ്ടാക്കിക്കൊണ്ട് തരുമായിരുന്നു കേട്ടോ. അപ്പോഴായി ഇവിടുത്തെ നമ്മുടെ സരസ്വന് ചെറിയ കുശുമ്പൊക്കെ തോന്നിയിട്ടുണ്ട്. അന്നേരം അമ്മ പൊതിച്ചോറും കൊണ്ട് വരുമ്പോൾ എന്താ അമ്മ മദിനി എന്ന് വിളിക്കുന്നത്, എന്താ മദിനി ഇന്നും പൊതിച്ചോറും, അവൾക്ക് പൊതിച്ചോറ് വേണമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിലും എൻ്റെ അമ്മ എനിക്ക് കെട്ടിപ്പൊഞ്ഞുകൊണ്ട് തരും കേട്ടോ. ഇപ്പം പിന്നെ ഞാൻ അങ്ങനെ പറയാറില്ല. എന്നാലും രാവിലെ ഞാൻ വിളിക്കും എന്തൊക്കെയുണ്ട് കൂട്ടാനും കറികളും എന്നൊക്കെ അറിയാൻ. അത് നമ്മളെല്ലാ മക്കളും നിങ്ങൾ ചോദിക്കാറില്ലേ? ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ചേട്ടത്തെ വിളിച്ചാലും ആരെ വിളിച്ചാലും കേട്ടോ ഞാൻ ചോദിക്കുന്ന എന്തൊക്കെയാണ് കറികളെന്ന് കേട്ടോ. നമുക്ക് അറിയുമ്പോൾ ഒരു സമാധാനം, നമുക്ക് അവരുണ്ടാക്കിയത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും കൂടെ ഉണ്ട് കേട്ടോ എനിക്ക്. സത്യം ഇപ്പോഴാണെങ്കിലും എൻ്റെ അമ്മ എനിക്ക് പൊന്നിയെട്ടിക്കൊണ്ട് തരും കേട്ടോ. അപ്പോഴും നമുക്ക് എന്തൊരു മണമെന്നറിയാം, ഭയങ്കര മണം. അപ്പോഴും നമുക്ക് പൊതിയൊക്കെ അങ്ങോട്ട് അഴിച്ച് നമുക്ക് അങ്ങോട്ട് സെറ്റായി കേട്ടോ. ഇത് തുറക്കുമ്പോൾ എന്തൊരു മണമാണ് അല്ലേ, അടിപൊളി. എല്ലാം കൂടെ സെറ്റായി. ഞാൻ നല്ല മുറുക്കി കേട്ടോ, ഒന്ന് മണമൊക്കെ വരാൻ വേണ്ടി എല്ലാം കൂടെ ആ ചോറിനകത്തൊക്കെ ഒന്ന് ആകാൻ വേണ്ടി ഞാൻ നന്നായിട്ട് പൊതിഞ്ഞിട്ടാണ് വെച്ചത്. കഴിക്കാം. ഇപ്പോഴെല്ലാവരും ഓടി വായോ, എല്ലാവരെയും ഞാൻ വിളിക്കാം കേട്ടോ. ഇന്ന് സുപ്പുവിൻ്റെ വക പൊതിച്ചോറ് കഴിക്കാം. ഓടി വായോ. അപ്പോഴും 1 മണിയൊക്കെ ആയി കേട്ടോ. ഇനി നിൽക്കത്തില്ല, ഞാനിവിടെ നിൽക്കത്തില്ല. എനിക്ക് കഴിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ നേരത്തെ കഴിക്കാം കേട്ടോ. മറ്റേ 2 മണിയൊക്കെ ആവും. ഇന്ന് ഞാൻ നേരത്തെ കഴിക്കും കേട്ടോ. പൊതിച്ചോറായതുകൊണ്ട് തന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല കേട്ടോ. അപ്പോഴെന്തൊക്കെയാണ് കറികൾ? ചമ്മന്തി അയ്യോ നിങ്ങൾ കണ്ടല്ലോ കറികളൊക്കെ. ചമ്മന്തി, ഉള്ളിത്തണ്ട് തോരൻ, മുട്ട പൊരിച്ചത്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, മാങ്ങ, ചമ്മന്തി. ഇത്രയും മതി. കഴിക്കട്ടെ. അപ്പം സൂപ്പർ, അടിപൊളി കേട്ടോ. ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. പിന്നെ ചട്ടിച്ചോറ് അതൊക്കെ സൂപ്പർ കേട്ടോ. ചോറൊക്കെ
ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫോൺ ബെല്ലോ ഇവിടുത്തെ എല്ലാ റോഡിക്കണം കണ്ടായിരുന്നു പോകാം കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പം എപ്പോഴാണ് പിടിച്ചെങ്കിൽ കഴിക്കാൻ ഒക്കത്തില്ല കേട്ടോ. അപ്പം ഞാൻ പതുക്കെ കഴിക്കുന്നത്, അങ്ങനെ ഒക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് വാഴയുടെ മണ്ട തന്നെ എടുത്തുകൊണ്ട് വന്നു. സരസ്വനി ആ വാഴ പോയി നോക്കിയാൽ എൻ്റെ തമ്പുരാനെ എനിക്കറിയത്തില്ല കേട്ടോ. വാഴയുടെ മണ്ട കണ്ടില്ലെന്ന് പറഞ്ഞ് സരസ് ഇവിടെ ബഹളം വയ്ക്കും. മണ്ടയാ സത്യം, കളർ കണ്ടില്ലേ. ഞാൻ കിളിമീനെന്ന് പറഞ്ഞത് മഞ്ഞക്കോല. ഇതിൻ്റെ വലുതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും എടുത്തിട്ട് ഞാൻ തന്നെ കഴിക്കുമല്ലോ. നിങ്ങളൊക്കെ കഴിച്ചിട്ടായിരിക്കും, നിങ്ങളൊക്കെ ചിക്കനൊക്കെ കഴിച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ചിക്കൻ കാലൊക്കെ ഇങ്ങനെ കടിച്ചു കൂരിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. പാവ ഈ സുപ്പൂന് ഇതൊക്കെ ഉള്ളു കേട്ടോ. എനിക്കങ്ങനെ ചിക്കൻ കാലിനോടൊന്നും അത്ര പ്രിയമല്ല കേട്ടോ. വെക്കാനും മടിയാണ്, കഴിക്കാനും മടിയാണ് കേട്ടോ. എന്തൊക്കെയാ പോലെ ഏതാണ്ടൊക്കെയാ പോലെ. പിന്നെ ആരെങ്കിലും വെച്ച് തന്നാൽ കഴിക്കും കേട്ടോ, അതേ ഉള്ളൂ. നമ്മുടെ മാങ്ങാച്ചാർ സൂപ്പറാണ് കേട്ടോ. ആരെങ്കിലും ഒക്കെ എന്നെ പ്രാകുന്നുണ്ടോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. ഞാനങ്ങ് കഴിക്കുമോ. പൊതിച്ചോറിനകത്തൊക്കെ നമ്മൾ ചോറുണ്ടാവില്ല, പെട്ടെന്ന് വയറ് നിറയും. ഞാൻ ഇച്ചിരി ചോറേ എടുത്തുള്ളൂ, പക്ഷേ പെട്ടെന്ന് വയറ് നിറയും. ചോറൊക്കെ ഉണ്ണുമ്പം സംസാരിക്കരുതെന്നാണ് പറയുന്നത്. സംസാരിക്കാതിരുന്ന് നിങ്ങളങ്ങ് പോവും, അല്ലെങ്കിൽ പിന്നെ അവാർഡോടെ വായിപ്പോവും കേട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങ് സംസാരിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിൽ മോന് പാത്രത്തിലാണ് ഉണ്ടായ. ഞാനും മോളും ഏലക്കാത്ത. അവരൊക്കെ പിന്നെ എന്നും കഴിക്കുന്നവരായതുകൊണ്ട് അത്ര ഇതല്ലായിരുന്നു. എന്നും കഴിക്കില്ലേ അവർക്ക് അത്ര ഇതൊന്നുമില്ല. വേറെ കറികൾ മോരുകറിയുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോഴേ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഒത്തിരി സമയമാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യവും വരും, എന്നെ ഓടിച്ചിട്ട് അടിക്കുകയും ചെയ്യും. ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കണം കേട്ടോ. കഴിച്ചിട്ട് വരാം. അപ്പോഴും നമ്മുടെ ഊണെല്ലാം കഴിഞ്ഞു കേട്ടോ. ദൈവമേ, ഇത് ഞാൻ വെട്ടിക്കൊണ്ടുവന്ന വാഴയില മാതിരി ഉണ്ട് കേട്ടോ. എല്ലാം കഴിച്ചു, ഒന്നുമില്ലായിരുന്നു കളയേണ്ടതായിട്ട്. ഉണ്ട് നമ്മുടെ മീനിൻ്റെ മുള്ള് കുറച്ച് കേട്ടോ, അത് മാത്രമേ ഉള്ളായിരുന്നു. വേറെ ഒന്നും കളയേണ്ടി വന്നില്ല നമുക്ക്. ഇങ്ങനെ വേണം പൊതിച്ചോറ് കഴിക്കാൻ കേട്ടോ. ഒറ്റ ഒരു ചോറ് ഇതിനകത്തുണ്ടോ നോക്കി. അതാ നമുക്ക് ഫുള്ള് അത് കഴിച്ച് തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ട. നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മാത്രം ഇതിനകത്ത് വെച്ച് പൊതിഞ്ഞ് കിട്ടി വെക്കാം കേട്ടോ. ഞാൻ അതാ കുറച്ച് ചോറ്, നമുക്ക് പൊതിച്ചോറൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് വയറ് നിറയും.
അതുകൊണ്ട് കുറച്ച് എല്ലാം കുറച്ച് പൊതിഞ്ഞ് കെട്ടി വെച്ച് 1 മണിയാകുമ്പോൾ എടുത്ത് കഴിച്ചോളൂ എല്ലാവരും കേട്ടോ. അപ്പോഴേ പൊതിച്ചോറൊക്കെ ഇഷ്ടമാണ് ഉള്ളവർ, ഇല്ലാത്തവർ കഴിക്കണ്ട. എന്തായാലും വീണ്ടും സുപ്പു ഇനി പൊതിച്ചോറ് ഉണ്ടാക്കുന്നതായിരിക്കും. ഇന്നത്തെ പൊതിച്ചോറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴേ നമുക്ക് ഇതങ്ങ് പൊതിഞ്ഞ് വെച്ചേക്കാം, കൊണ്ടുപോയി കളയാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോഴും പൊതിച്ചോറൊക്കെ ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറ് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോണം കേട്ടോ. ആരും ഒന്നും പറയത്തില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ നമ്മളിങ്ങനെ വെച്ച് പൊതിഞ്ഞ് കെട്ടി വെച്ച് കഴിക്കുന്നതിന് ആരും ഒന്നും പറയത്തില്ല. പറയുന്നവരെ പോയി പറയട്ടെ കേട്ടോ. നമുക്ക് കഴിക്കാം, വയറ് നിറച്ച് കഴിക്കാം. അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ. വീണ്ടും പൊതിഞ്ഞ് പറയാൻ വീണ്ടും ഞാൻ ഒരു പൊതിയാക്കി കേട്ടോ. ഇത് നമുക്ക് അങ്ങായിക്കത്ത് കൊണ്ടുപോയി കളയാം. ഒന്നുമില്ല, പൂച്ചയ്ക്കും പട്ടിക്കും ഒന്നും ഇതിനകത്തും ഒന്നുമില്ല. പിന്നെ ഇച്ചിരി ഒരു മുള്ളിൻ്റെ ഭാഗം മാത്രം. അല്ലാതൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഇതിനകത്ത്